മൈൻഡിൽ ഉണ്ടായിരുന്നിട്ടും ഇത് ഓട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. കണക്ഷൻ വന്നാലല്ലേ നമുക്കൊരു വണ്ടി വെച്ചിട്ട് കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കണക്ഷൻ എനിക്ക് ടൈം ഫ്രീ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആയിരിക്കും പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞ് ഒന്നും പറയാനില്ല. ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി അവിടെ ഞാൻ പേടിച്ചു ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്തതും ECU പോയി അറൗണ്ട് 30,000 പോയി. വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലം വീഡിയോയിലാണ് വന്നേക്കുന്നത്. അതായത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്, ഇനിഷ്യലി എടുക്കാൻ ആഗ്രഹിക്കുന്നത് വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ആൻഡ് അഗ്രസീവ് എസ്പെഷ്യലി സ്പോർട്സ് നേക്കഡ് കൂടിയാണ് ഒരു വാഹനത്തെ പറ്റിയാണ്. അതിൽ പല വേരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു അഫോർഡബിൾ വേരിയൻറ്റിനെ പറ്റിയാണ്. അതായത് സ്ട്രീറ്റ് RRR. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹരിബ്രോയാണ്. വെൽക്കം ഹരിബ്രോ, വെൽക്കം ടു റൈഡോഗ്രാം. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കുറച്ച് വണ്ടി ഇതിന് മുന്നേ ബ്രോ യൂസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിൾ ആറിലോട്ട് വന്നത്, അതും കേരളത്തിലെ ആദ്യത്തെ വണ്ടി അല്ലേ? ഓക്കെ, എങ്ങനെയാണ് സ്ട്രീറ്റ് ട്രിപ്പിൾ ആറിലോട്ട് എത്തിപ്പെട്ടത്? ഫസ്റ്റ് എൻഫീൽഡിന്റെ ഫാൻ ആയിരുന്നു. ഓബിയസ്ലി സാധാരണ കൊച്ചില് എൻഫീൽഡിന്റെ ഫാൻ ആയിരുന്നു. 13-14 വയസ്സ് തൊട്ടേ ഷോറൂമിൻ്റെ അകത്തായിരുന്നു എൻഫീൽഡിന്റെ. അങ്ങനെ പിന്നെ എൻഫീൽഡ് എല്ലാം ചവറ് കണക്കായ ഇതായപ്പോൾ ആ ടൈമാണ് ഇതിറങ്ങുന്നത്, ഇന്റർസെപ്റ്റർ ഇറങ്ങുന്നത്. അത് ഇന്റർനാഷണൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോയി നോക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് ഉണ്ട് വണ്ടി. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് പോയി നോക്കി. സ്പോർട്ടി അത് ഇഷ്ടപ്പെട്ടു. എന്നാലും അന്നും ഒരു സൂപ്പർ ബൈക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്റർസെപ്റ്റർ എടുക്കുന്നു. ഏകദേശം ഇറങ്ങി ഒരു 2 മാസത്തിനകം വണ്ടി ഞാൻ എടുത്തായിരുന്നു. മാക്സിമം നേരത്തെ കിട്ടുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ റെഡി പേയ്മെന്റ് ആയിരുന്നു. അങ്ങനെ അത് എടുത്ത് ആ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ, അങ്ങനെ മീൻസ് ഇഞ്ചിന്റെ കേസിങ് വെളിയിലായതുകൊണ്ട് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഫേസ് ചെയ്ത് ഫസ്റ്റ് ബൈക്ക് ആയിരുന്നു. എനിക്ക് അത്ര ഇതുമില്ല. പിന്നെ ഹെവി ആയിരുന്നു ബൈക്ക് കംപ്ലീറ്റ്ലി. ഏകദേശം വിത്ത് ഫ്യൂവൽ 215 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഹെവി ആയിട്ട് തോന്നി ഞാൻ സെയിൽ ചെയ്തു. എന്നിട്ട് 1 വർഷം കാറിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹാർലി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ക്രൂയിസർ സെഗ്മെന്റിലോട്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിള് ഹാർലി കൊടുക്കുന്നുണ്ട്. പുള്ളി NRI ആണ്. എറൗണ്ട് 2000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രാൻഡ് ന്യൂ വണ്ടി, സെക്കൻഡ് ഓണർ. ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചേട്ടനായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അതെല്ലാം എല്ലാ പ്രൂഫും കാണിച്ചു തന്ന വണ്ടി എടുത്ത്. അത് കാണിച്ചെന്ന് എടുത്ത് വണ്ടി ഏകദേശം 15 കിലോമീറ്റർ ആയപ്പോൾ എഞ്ചിൻ ലൈറ്റ് ഓണായി. വാണിംഗ് ലൈറ്റ് എഞ്ചിൻ വാണിംഗ് ലൈറ്റ് അത് ഓണായി. ഷിജു എന്ന് പറയുന്ന നമ്മുടെ പുള്ളിയിലെ കയ്യിലാണ് കൊടുത്ത് ഏകദേശം 10,000 to 15,000 സർവീസ് ചെയ്ത് ഇറക്കി. അപ്പോഴും എഞ്ചിൻ ലൈറ്റ് മാറി. വീണ്ടും ഞാൻ കഴക്കൂട്ടം പോയി തിരിച്ചു വന്നപ്പം ഓണായി ചെക്ക് ചെയ്തതും ECU പോയി അറൗണ്ട് 30,000 പോയി. അതും കൊൽക്കട്ടയിൽ നിന്നാണ് ഓർഡർ ചെയ്തെടുത്തത്. കൊൽക്കട്ടയിൽ നിന്ന് അറൗണ്ട് 1 മാസം ടൈം എടുത്തു.
അതും ഞാൻ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം അവിടെ ലോക്ക്ഡൗൺ ആണ്. ഓക്കെ. അപ്പോൾ അതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 6 മാസം വണ്ടി വെറുതെ വീട്ടിൽ ഇരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ എത്തി വച്ച് എറൗണ്ട് 1 lakhന് പ്ലസ് ഞാൻ അക്സസറീസ് കയറ്റി. വാൻസ് ആൻഡ് അയൺസ് സൈഡ് ഷോട്ട്സ് ആ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹാർലി കിട്ടിയെന്ന് കേട്ടത്. സ്പോട്ടിൽ തട്ടി മീൻസ് അറൗണ്ട് 3.25 പോയത്. അത്രയും കുറച്ച് കൊടുക്കേണ്ടതാണ്. മീൻസ് ഞാൻ അറൗണ്ട് 5 lakhs സ്പെൻഡ് ചെയ്ത വണ്ടിയിൽ അതും 6 മാസം യൂസ് ചെയ്ത വണ്ടിക്ക് 3.25 വണ്ടി സെയിലായത്. ആ വണ്ടി പോയി. ആ വണ്ടി പിറ്റേന്നാണ് ഞാൻ ട്രയംഫിന് 1 lakh അഡ്വാൻസ് കൊടുക്കണം പേയ്മെന്റ്. ഇതിനിടയ്ക്കായിരുന്നു സി ഓടിച്ചതൊക്കെ അല്ലേ? Z900 ആണ് എൻ്റെ എല്ലാ മലയാളികളെ പോലെയും Z ഇൻലൈൻ 4. ആ ഒരു സൗണ്ടും എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ആദ്യം ഇൻ്റർസെപ്റ്റർ കൊടുത്ത ടൈം, ഹാർലി നോക്കുന്ന ടൈം, സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന ഡ്രീം അന്നും ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് ആദിത്യയും കൂടെയാണ് പോകുന്നത്. ഓക്കെ. ടോർക്കിലുള്ള ഒരു ചേട്ടൻ്റെ വണ്ടിയാണ്. അങ്ങനെ പ്രൈസിങ് അതുമല്ല കിലോമീറ്റേഴ്സ് 28,000 എന്തോ ആയതുകൊണ്ട് വീട്ടിൽ അങ്ങനെ അത്ര പ്രൊമോട്ട് ചെയ്തില്ല. അങ്ങനെയാണ് ഹാർലിയിലോട്ട് വരുന്നത്. പിന്നെയാണ് നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിളിലോട്ട് വരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പണ്ട് ട്രയംഫിൻ്റെ ഷോറൂമിൽ പോയിട്ടുള്ളത്. അപ്പം ആ ഷോറൂമിൽ പോയ സമയത്ത് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു. അവർ നല്ല ഫോളോ അപ്പ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലുണ്ടായിരുന്നപ്പോഴും ട്രയംഫിലൊന്ന് വിളിച്ചു നോക്കാം എന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പം ബെറിറ്റോ എന്ന് പറയുന്ന പുള്ളിയാണ് ഫോൺ പിക്ക് ചെയ്യുന്നതും. പുള്ളി പറയുന്നത് ഇവിടെ ഫസ്റ്റ് വണ്ടി ഇരിപ്പുണ്ട്, കേരളത്തിൽ ആരും ഇറക്കിയിട്ടില്ല, ബ്രോ വരികയാണെങ്കിൽ എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ഇട്ടാതെ ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ട്രിവാൻഡ്രത്ത് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാം, ബ്രോ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് എന്നെ റോമി എന്ന് പറയുന്ന ബ്രോ വിളിക്കുന്നത്. പുള്ളിയാണ് ഇവിടുത്തെ ഫസ്റ്റ് എസ് എടുക്കുന്നത്. ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരികയാണ് ചെയ്തത് പുള്ളി. അങ്ങനെ ഞാൻ അവിടെ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് സ്പോട്ടി മനസ്സ് നോ സി ഓൺലി സ്ട്രീറ്റ് ട്രിപ്പ്. അങ്ങനെയായിരുന്നു സ്ട്രീറ്റ് ട്രിപ്പിലോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വണ്ടി എടുത്തൊരു സ്റ്റോറിയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എടുത്തിട്ടുള്ളതിന് ശേഷമുള്ള ഫസ്റ്റ് ഇംപ്രഷൻ. കാരണം ബ്രോ ഒരു ഹാർലി ഓണർ ആയിരുന്നു. ഒരു ക്രൂസർ ടൈപ്പിൽ നിന്നൊരു സ്പോർട്ട് ടൂർ അല്ല ഒരു സ്പോർട്ട് നേക്കഡ് എന്നുള്ള വണ്ടിയിലോട്ട് മാറിയപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഫീൽ? ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. വണ്ടി എടുക്കുമ്പോൾ മോഡൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് സ്പോർട്ട് മോഡിൽ കിടക്കുകയായിരുന്നു. സ്പോർട്ട് മോഡിലായിരുന്നു. സ്പോർട്ട് മോഡിൽ കിടന്ന വണ്ടി ഞാൻ എടുത്ത് നേരെ ഒന്ന് കൈ കൊടുത്തു. പോപ്പായി ആ ഒരു ഇതിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഇങ്ങനെ നോക്കി എന്താണ് സംഭവിച്ചതെന്ന്. അത്ര ഇതായിട്ടാണ് പോപ്പായ ഫ്രണ്ട്. ഓക്കെ. ഒരു ഹാർലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്രൂയിസിങ് ഇതിലായിരിക്കും പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി. അവിടെ ഞാൻ പേടിച്ചു. ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വെച്ച് അന്നത്തെ ദിവസം പിന്നെ വെളിയിൽ ഇറങ്ങില്ല. അന്നത്തെ ദിവസം പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. എനിക്ക് ആ ഒരു ഇത് അഡ്രലിൻ നല്ല രീതിയിൽ കിട്ടി. എന്ന് പറഞ്ഞാൽ കൈയും കാലും നല്ല വിറയിലായി. കാരണം ഇത്രയും പവർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ വൈകിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തതിൻ്റെ ചിലവായിട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ റോമി എന്ന് പറയുന്ന ചേട്ടനെയും അജയ് ചേട്ടനെയും അൻസാർ ചേട്ടനെയും എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത്, നീ സ്പോർട്ട് മോഡിലാണ് ഇട്ട് ഓടിച്ച്, അത് ഒരുവിധം പവറുണ്ട്, റെയിൻ ഇട്ട് ഓടിച്ച് പഠിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ പുള്ളി പറഞ്ഞ ഇതിൽ നമ്മൾ ഇറങ്ങി. പുള്ളി ഭയങ്കര കെയറിങ് ആണ്. എന്ന് പറഞ്ഞാൽ വണ്ടി ഫസ്റ്റ് എടുക്കുന്ന ടൈമിൽ പുള്ളി അതിൻ്റെ കൂടെ വന്ന് ആ ഒരു ഇത് എങ്ങനെയാണ് ഓട്ടിക്കേണ്ടതെന്നുള്ള രീതിയെല്ലാം പറഞ്ഞു തന്നു. റോമി ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ പുള്ളിയാണ് താമസിൽ പോവാം. അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി. അന്നത്തെ ദിവസം ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി. പുള്ളിയുടെ കൂടെ പോയപ്പം വണ്ടി സെറ്റായി. റെയിൻ മോഡിലോട്ടായപ്പം എനിക്ക് വലിയ കുഴപ്പം വരുന്നില്ല. ഹാർലിയുടെ ആ ഒരു പവറും ഫിഗേഴ്സും എല്ലാം വരുന്നുള്ളൂ. പിന്നെ റൈഡിങ് സ്റ്റാൻസ് വ്യത്യാസം ഉണ്ടെന്ന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പവർ പെർഫോമൻസ് ആയിരുന്നു. മീൻസ് റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ പവറേ കിട്ടത്തുള്ളൂ വണ്ടിയുടെ. ABS റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ആക്ടിവേറ്റ് ആവും. അത്യാവശ്യം
പിന്നെ ട്രാക്ഷൻ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഒട്ടും പവർ വരുന്ന രീതിയിലായിരിക്കത്തില്ല. എത്ര ഇത് ചെയ്താലും പവർ അത്രയും കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഇത് സേഫ് ആയതുകൊണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഒരാഴ്ചയോളം വണ്ടി ഓടിച്ചത്. അങ്ങനെ താവൂസിലോട്ടുള്ള ട്രിപ്പ് ആയിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ? താവൂസിലായിരുന്നു ഫസ്റ്റ് ഞാൻ ബൈക്ക് എടുത്ത് വരുന്നത് താവൂസിലോട്ടാണ്. മീൻസ് അത്രയും ലോങ്, മീൻസ് എറൗണ്ട് ബൈക്ക് ഞാൻ കൊച്ചിയിൽ നിന്ന് തൊട്ടിട്ടില്ല. സ്ട്രീറ്റും സൂപ്പർ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടേ ഇല്ല ഹെവി ആയിട്ട്. ഇത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് അറൗണ്ട് 13 കിലോമീറ്റേഴ്സ് എന്തുകൊണ്ട് താവൂസ്. അപ്പോഴാണ് വണ്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായി. ആ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഹാർലി തോറ്റു. കാരണം അത്ര കംഫർട്ട് സോണാണ് അതിൻ്റെ അകത്ത്. അതെ, അതായത് എൽബിസ് ഉണ്ട്, ട്രാക്ഷൻസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ബ്രംബോ ബ്രേക്കിംഗ് ഒന്നും പറയാനില്ല. അതെ, അതൊരു വലിയൊരു അപ്ഡേറ്റ് ആണ്. ആക്ച്വലി ഞാൻ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, 6-ന് ബ്രംബോ ആയിരുന്നു വരുന്നതെന്ന്. കാരണം നമ്മുടെ പ്രീവിയസ് എസ്സിന് ബ്രംബോ അല്ലായിരുന്നു, എസ്സിന് നിസ്സിനാണ് വരുന്നത്. ഇതിന് ബ്രംബോയുടെ കാലിപ്പേഴ്സും മാസ്റ്റർ സിലിണ്ടേഴ്സും നിസ്സിന്റെ. അതല്ലാതെ ഫ്രണ്ട് സെയിം, ബാക്കും ഷോവയാണ്, 2 ഷോവയാണ്. പിന്നെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഒന്നും പറയാം. ഇതിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസ് അല്ല, ഈ ഒരു പാക്കേജിൽ ബെസ്റ്റ് എവർ ബൈക്ക് തന്നെയാണ്. ഒന്നും പറയാനില്ല, കിട്ടില്ല. ഓക്കെ. അപ്പോൾ ബ്രോ അടുത്ത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അടുത്തൊരു നമുക്ക് ഫാക്ടേഴ്സിലോട്ട് കിടക്കാം. വണ്ടി ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ബ്രോ പറഞ്ഞു, അതിനുശേഷം വണ്ടി എങ്ങനെയുണ്ട്? കാരണം ഇത് ഫ്ലിക്ക് ചെയ്യാനൊരു ബീസ്റ്റ് ആണ് ഈ സാധനം. സോ അതുകൊണ്ട് സിറ്റി യൂസ്, ഹൈവേ യൂസ്, നോർമൽ റോഡ്സ്, ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെ? സിറ്റി യൂസ് പക്ക നമുക്കൊരു സാധാ പൾസർ കൊണ്ടുകിടക്കാം, ഒന്നും പറയാനില്ല. ഓക്കെ, അത്ര ഫ്ലിക്കബിൾ ആണ്. ഓക്കെ, കാരണം പവറിന് പവർ. ഓക്കെ, ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫ്ലിക്ക് ചെയ്യാൻ സൂപ്പറായിട്ട് എളുപ്പമാണ്. മീൻസ് അത്ര ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എടുത്ത് ഫ്ലിക്ക് ചെയ്യാം, അതായത് പക്ക ഒരു സ്ട്രീറ്റ് ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ. ഹൈവേ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്രൂസ് ചെയ്യാം. നല്ല ഇപ്പം മീൻസ് അത്യാവശ്യം നമുക്ക് നല്ല സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ റൈഡർ മോഡിലോട്ട് വണ്ടി ആക്കുകയാണെങ്കിൽ ട്രാക്ഷനും മാറും, ട്രാക്കിന്റെ പെർഫോമൻസിലോട്ട് ഫുള്ളായിട്ട് വണ്ടി ചേഞ്ച് ആവും. അതിന്റെ ആ ഇത് മാറിക്കഴിയുമ്പം ഫുള്ളി വണ്ടി മാറും, പക്ക സ്പോർട്സ് ആ ഒരു കാറ്റഗറി. അതെ അതെ, കാരണം വെച്ചാൽ ഈ ഒരു നേക്കഡിൽ വരുന്ന സമയത്ത് നേക്കഡ് സ്ട്രീറ്റ് ബൈക്സുകളുണ്ട്, പല നേക്കഡ് ബൈക്സുകളുണ്ട്. എന്നാലും ഇതാണ് ഒരു നേക്കഡ് സ്പോർട്ട് എന്നുള്ള രീതിയിൽ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടി. എസ്പെഷ്യലി RS ആണ്. എന്നാൽ ഈ ഒരു വണ്ടി RS ആയിട്ട് ഭയങ്കര ഡിഫറൻസ് വരുന്നില്ല പുതിയ വർഷം. പ്രോപ്പർ ട്രാക്ക് മീൻസ് ട്രാക്ക് യൂസ് ചെയ്യുന്നവർ മാത്രം എടുക്കേണ്ടതാണ് RS. റോഡിലേക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മതി, ധാരാളം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കംഫർട്ട് എന്നൊരു മേഖലയോട്ട് വരുന്നത് അല്പം കുറച്ച് സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് കമ്പയർ ടു അതർ നേക്കഡ് ബൈക്സ് വരുന്ന സമയത്ത്. പിന്നെ ഹാൻഡ് ബുക്ക് ഫുഡ് ബൈ കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ സീറ്റ് അത്രത്തോളം ഭയങ്കര കംഫി ആയിട്ടൊരു സീറ്റ് അല്ല, കുറച്ചൊരു ഹാർഡ് ഫീലൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇത് നമ്മളൊരു പുറത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചകളാണ്. ഇത് ഓടിക്കുന്ന സമയത്ത് എന്താണ് ബ്രോയ്ക്ക് ഫീൽ ചെയ്യുന്നത്? സീറ്റ് ഒരു കംഫർട്ടിന്റെ മേഖലയിൽ പറയണം. കംഫർട്ടിന്റെ മേഖലയിൽ സുഖമാണ്, ബാക്കിയുള്ള സൂപ്പർ ബൈക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സുഖം. നേക്കഡ് ബൈക്സ് കമ്പയർ ചെയ്യുമ്പോൾ ഹീറ്റിംഗ് തീരെയില്ല. ഇൻലൈൻ 3 ആയതുകൊണ്ട് ഹീറ്റിംഗ് എന്ന് പറയുന്ന സാധനമില്ല. അതൊന്ന്. രണ്ടാമത്തത് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് അപ്പും ഡൗണും നമുക്ക് ക്ലച്ചിന്റെ യൂസേ ഇല്ല. അത് പോയിന്റ് 2. 3 ബ്രേക്കിംഗ്. അതിന്റെ ആ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ബ്രംബോ പിടിച്ചാൽ മതി, വണ്ടിയോടെ നിൽക്കും, ഉറപ്പാണ്. മതി, ഇത്രയും ഇതിൽ കൂടുതൽ എന്താണ് അതെ. ഓക്കെ. അപ്പോൾ ഒരു സീറ്റ് നമുക്കൊരു ലോങ് റൈഡ് ഒക്കെ പോകുമ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യാറില്ല. സീറ്റിംഗ് പൊസിഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? കിടിലം പൊസിഷനാണ്, ഒന്നും പറയാനില്ല. കാരണം പില്ലിയന്റെ അടുത്ത് ചോദിച്ചാലും പില്ലിയനും കംഫർട്ട് ആണെന്നാണ് പറയുന്നത്. അത്ര കംഫർട്ട് ആയിട്ടുള്ള ഓൾവേസ് കംഫർട്ടബിൾ ആണ് അല്ലേ? അതും സീറ്റ് അത്രയും വൈഡ് ആണ്, അത്യാവശ്യം വൈഡ് ആണ് സീറ്റ്. കാരണം സീയുടെ ബാക്ക് പില്ലിയൻ സീറ്റ് ഭയങ്കര ഷോർട്ട്, ഇത് കുറച്ച് വൈഡർ ആയിട്ടുള്ള സീറ്റ് സെറ്റപ്പാണ്. സ്ട്രീറ്റ് ട്രിപ്പിളിന് RSന് ആക്ച്വലി ഇത് ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ബാക്ക് ഒരു കവേർഡ് ആണ് വരുന്നത്, ഓപ്ഷനിലാണ്. ഓപ്ഷനിലായതുകൊണ്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് ഒരു കംഫർട്ട് എന്ന് പറയുന്ന ഒരു മേഖല അല്ലേ? ബ്രോ അടുത്ത് നമ്മളൊരു പാർട്ട്, അതായത് ട്രയംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് മെയിൻ്റനൻസ്. ഒരല്പം എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു അതർ നേക്കഡ്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികളൊക്കെ അല്പം എക്സ്പെൻസീവ് ആണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പം ബ്രോഡ് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം ഫ്രഷ് ആയിട്ട് ആ ഷോറൂമിൽ ഒരു വണ്ടി ഓൺ ചെയ്ത് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടാവും? അറ്റ്ലീസ്റ്റ് അറൗണ്ട് 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രയംഫിൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആദ്യം നമുക്ക് സർവീസ് പോസ്റ്റ് ചെയ്യുന്ന തന്നെ തുടങ്ങാം, എങ്ങനെയായിരുന്നു? ഫസ്റ്റ് 1 മന്ത് ആയപ്പോഴാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഫസ്റ്റ് സർവീസ് അറൗണ്ട്
7,000 to 8,000 ആയി എൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ. അതിൽ ഓയിലും ബാക്കിയുള്ള എല്ലാ ചെക്കപ്പും ചെയ്ത് കൊച്ചിയിൽ നിന്ന് RSAയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ. സെക്കൻഡ് സർവീസ് വന്നിട്ട് 7,000 ഇപ്പം ചെയ്തേ ഉള്ളൂ റീസെൻ്റ് ആയിട്ട്. ഓക്കെ. അതിവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ട്രയംഫിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ കൊണ്ടുപോയാൽ ചെയ്ത് അവർ ട്രയംഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സർവീസ് ക്യാമ്പ് വരുന്നുണ്ട്. സർവീസ് ടീം അത്രയും സപ്പോർട്ടീവാണ്. മീൻസ് നമ്മളുടെ ബൈക്ക് എപ്പോഴും കെയർ ചെയ്യാൻ വേണ്ടി അവർ റെസ്പോൺസ് നമുക്ക് വിളിച്ച് ഇൻഫോം ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എങ്കിൽ സർവീസ് ചെയ്യാം. അവർ റൈഡ് വെക്കുന്നുണ്ട് തെന്മല, അപ്പോൾ അതിനു മുമ്പേ സർവീസ് ചെയ്തിറക്കാം. അങ്ങനെ ഉള്ള പ്ലാൻ ഇട്ട് ഞാൻ സർവീസിന് കയറ്റി. സർവീസ് കോസ്റ്റ് അറൗണ്ട് ഇപ്രാവശ്യം 10,900 അറൗണ്ട് വന്നായിരുന്നു. ആ ഓയിൽ ഫിൽറ്ററും എല്ലാം ചേഞ്ച് ചെയ്തു. എയർ ഫിൽറ്ററിന് അറൗണ്ട് 3,000 റുപ്പീസ് ആയി. അല്ലാതെ സെയിം കോസ്റ്റ് തന്നെയാണ് 8,000 നോർമൽ സർവീസിന്. അതാണ് മാറിയത്, നമ്മൾ എക്സ്ട്രാ മാറിയത് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തു, ഓയിൽ ഫിൽറ്റർ അത് നോർമൽ സർവീസിന്റെ അകത്ത് വരുന്ന അതിന് 8,000 വരത്തുള്ളൂ. ഓക്കെ. എക്സ്ട്രാ ആയിട്ട് നമ്മൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ കോസ്റ്റ് വരുന്നത്. ഓക്കെ. ഒരു കോസ്റ്റ് ബ്രോയെ സംബന്ധിച്ച് കുഴപ്പമില്ല, അത്യാവശ്യം ഡീസന്റ് ആണ്. കാരണം നമ്മൾ എത്ര കിട്ടില്ല ബൈക്ക് എടുത്താലും സർവീസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, പേയ്മെന്റ് നോക്കിയിട്ട് കാര്യമില്ല. അതെ, അത് ശരി. അപ്പോൾ ഈ സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് ബ്രോ ഓൾറെഡി പറഞ്ഞവർ നല്ല കെയറിങ് ആണെന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട്, വണ്ടി എടുത്തതിന് ശേഷമുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്? അവർ നല്ല മീൻസ് നമ്മളെ വിളിച്ച് എക്സ്റ്റെൻഡഡ് വാറണ്ടിയുടെ കാര്യവും അതും എല്ലാം നമ്മളെ അടുത്ത് ഓർമ്മിപ്പിച്ച് അത് നമ്മളെ കൊണ്ട് എടുപ്പിച്ച്, മീൻസ് വണ്ടി നമ്മൾ അത്രയും കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ സപ്പോർട്ടീവാണ് അല്ലേ? സർവീസും വളരെ നല്ലതാണ്. അതായത് പലർക്കും പുതിയ ഇതിലോട്ട് വരുന്ന സമയത്ത് ട്രയംഫ് എന്ന് പറഞ്ഞ ബ്രാൻഡുമായിട്ട് ഭയങ്കര കണക്ഷൻസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. പലർക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള കവാസക്കി അങ്ങനത്തെ ഒരു ബ്രാൻഡിങ്ങാണ്. അത് മാത്രമല്ല, ഈവൻ ഒരാൾ ഒരു ട്രയംഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോകുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. മാക്സിമം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ്. ഇപ്പോൾ ഞാനായാലും ഇപ്പം സ്റ്റിക്ക് ഓണിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഇന്റർസെപ്റ്റർ എടുത്ത് അറൗണ്ട് 6 months ആയപ്പം സെയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ സെയിൽ ചെയ്തത് അതിന് അത്ര കംഫർട്ടില്ല. മീൻസ് നമുക്ക് ആ ഒരു വണ്ടിയായിട്ട് അറ്റാച്ച്മെന്റ് വന്നാലല്ലേ നമുക്ക് വണ്ടി ഓടിക്കേണ്ട ഇത് വരുന്നുള്ളൂ. ഇത് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഹാർലി അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്താലും ഇത്രയും പണി എടുത്തിട്ട് ഹാർലി ഇന്ത്യ ക്വിറ്റ് ചെയ്യുന്നെന്ന് കേട്ടപ്പോൾ ഓബിയസ്ലി പാർട്സ് കിട്ടാതായി കഴിഞ്ഞാൽ വണ്ടി വീടിന്റെ അകത്ത് തന്നെ ഇരിക്കും. പിന്നെ സ്റ്റിക്ക് ഓൺ ആയിട്ടും കാര്യമില്ല, കയറി ഇടുന്ന്. സോ അതും സോൾവ് ചെയ്തായിരുന്നു. അങ്ങനെ ട്രയംഫ് എടുത്ത് ട്രയംഫ് ഏകദേശം 1 year ഒരു ബൈക്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ട്രയംഫിലാണ്. ബാക്കി എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻഫീൽഡ് എടുത്തതും 8 months ആയപ്പോൾ ഞാൻ സോൾവ് ചെയ്തു. അപ്പോൾ അതിലും എനിക്കൊരു കണക്ഷൻ വണ്ടി 1 വർഷത്തിന് മുന്നേ സെയിലാവുന്നു. സെയിലാക്കുന്ന മീൻസ് കണക്ഷൻ വന്നാലല്ലേ നമുക്കൊരു വണ്ടി വെച്ചിട്ട് കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു കണക്ഷൻ എനിക്ക് ട്രയംഫിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ബാക്കിയുള്ള സൂപ്പർ ബൈക്സ് ഓടിച്ചിട്ടും ട്രയംഫ് മതി, സുഖം ഇതാണ് എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചു. ഒന്നും പറയാനില്ല. ഫ്രണ്ട്സൊക്കെ എന്തോ കളിയാക്കിയൊക്കെ ഉണ്ടാകും. ഫ്രണ്ട്സ് കളിയാക്കും ഓബിയസ്ലി. ഈ 1 വർഷം ആവുന്നതിന് മുമ്പേ കളിയാക്കി വണ്ടി കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ കളിയാക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? എല്ലാ വർഷം ഓരോ വണ്ടി, ഓരോ വർഷമല്ല 6 മാസം കൂടുമ്പോഴെന്ന് പറയുമ്പോൾ ഒരു ടൈം പീരീഡേ അല്ല. ഒരു ബൈക്ക് എടുത്ത് 6 മാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ടൈമാണ്. ഫസ്റ്റ് സർവീസ് പോലും കഴിയാതെ കൊടുത്തിട്ട് ഉള്ള ഇഷ്ടം പോലെ കേസുണ്ട്. അതിനുശേഷം ട്രയംഫ് വന്നത്. ഇനി എന്തായാലും ഇത് സെയിൽ ചെയ്യാനുള്ള ഐഡിയ? ഇത് സെയിൽ ചെയ്യുന്ന പരിപാടിയില്ല. ഇത് വച്ചുകൊണ്ട് അടുത്തൊരു ബൈക്ക് എടുക്കുക, അത്രേ ഉള്ളൂ. കാരണം ഏറ്റവും വലിയ സാമ്പിൾ നമ്മൾ റോമിൽ ചേരാം അല്ലേ? ഓൾറെഡി ഒരു സ്ട്രീറ്റ് ട്രിപ്പിൽ ഇരിക്കുകയാണ്, അടുത്ത ഡയറ്റോൺ എടുത്തിരിക്കുന്നത്. ഇനിയും പോകുന്നെങ്കിൽ ട്രയംഫിൽ പോകുമെന്ന് പറയുന്നുണ്ട്. പുള്ളി ഹിമാലയൻ എക്സ്ചേഞ്ച് ചെയ്ത സ്പോർട്സ് 650 ടൈഗറിലോട്ട് മാറാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ട്രയംഫിൻ്റെ ഒരു ഞാൻ കുറച്ച് ഇവൻസിലും കാര്യങ്ങളും ട്രയംഫിൻ്റെ ഷോറൂമിലൊക്കെ പോയ സമയത്ത് അവരുടെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. എസ്പെഷ്യലി കസ്റ്റമേഴ്സിനോടുള്ളൊരു അപ്രോച്ച്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ട്രയംഫ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റിയുള്ള ബ്രോയുടെ അഭിപ്രായം. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതായത് ബ്രോ നേക്കഡ് വണ്ടി എടുക്കാൻ താല്പര്യപ്പെട്ട സമയത്ത് ഒരുപാട് വണ്ടി നോക്കിയ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു നേക്കഡ് വണ്ടി കൺസിഡർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നൊരു ഓപ്ഷൻ Z900 സ്ട്രീറ്റ് ട്രിപ്പിൾ. തീർച്ചയായിട്ടും സ്ട്രീറ്റ് ട്രിപ്പിൾ. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ F900, അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റേഴ്സ്. ഈ ഒരു 4 വണ്ടിയാണ് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള 4 നേക്കഡ് ബൈക്സ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ
സ്ട്രീറ്റ് ട്രിപ്പിൾ ഈ ബാക്കി 3 വണ്ടിയിൽ നിന്ന് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? സ്റ്റാർട്ടിങ് ഫ്രം മോൺസ്റ്ററും F9 തുടങ്ങിയിട്ട് നമുക്ക് സിയിലോട്ട്, കാരണം സി ഇതുമായിട്ട് ഒരു പെർഫെക്റ്റ് കമ്പാരിറ്റേഴ്സ് അവർ രണ്ടുമാണ്. അപ്പോൾ അതിന് മുന്നേ ഈ 2 വണ്ടിയും സ്ട്രീറ്റ് ട്രിപ്പിളുമായിട്ട് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ഫസ്റ്റ് എടുക്കുന്ന ടൈം മോൺസ്റ്റർ നിർത്തിയായിരുന്നു BS4 എമിഷൻസിൻ്റെ. കാരണം BS6 ഇപ്പോഴേ റീസെൻറ്റ് 2021 ആയിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ പുതിയ അത് പ്ലാൻ ഉണ്ടായിരുന്നാലും നല്ല മെയിൻ്റെനൻസ് ആണ് ഡുഗാറ്റി. അതെ അതെ, മെയിൻ്റെനൻസ് വലിയ ഫാക്ടർ. ഡെസ്മോ സർവീസ് എന്ന് പറയുന്ന സർവീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല സർവീസ്, ആ ഒരു കോസ്റ്റ് ഭയങ്കരമാണ്. അത് ഒന്ന്. പിന്നെ 2 സിലിണ്ടർ ഹാർലിയോടെ മതിയായി. ഓക്കെ, ഹാർലിയോടെ 2 സിലിണ്ടർ മതിയായി. ഇന്റർസെപ്റ്ററും 2 സിലിണ്ടർ ആയിരുന്നു. അതോടെ അതിൻ്റെ ടോർക്കി നേച്ചർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഇൻലൈൻ 4 നമ്മുടെ Z900 അല്ലേ? ഓക്കെ, അവിടെയാണ് ഒരു സത്യം പറഞ്ഞ ഒരുപാട് ഫാൻസ് തമ്മിലുള്ള ഒരു ഇഷ്യൂ വരുന്നത്. ഓക്കെ ബ്രോ, എന്തുകൊണ്ടാണ് Z900ഉം Z900ഉം സ്ട്രീറ്റ് ട്രിപ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് ബ്രോയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? Z900 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പവർ ഓക്കെ, അത്യാവശ്യം പവറുണ്ട്. പക്ഷെ വെയിറ്റ് ഭയങ്കരമായതുകൊണ്ട് നമുക്കത് സിറ്റിയിൽ ഫ്ലിക്കബിളേ അല്ല. അതെ, ഒന്ന്. രണ്ടാമത്തത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഫീച്ചേഴ്സ് ഇല്ല. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റർ ഇല്ല, ബ്രംബോ ഇല്ല, ടയേഴ്സ് വരുന്നത് റോസോ 3 അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അങ്ങനത്തെ ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പം ഓബിയസ്ലി ഒരു പെർഫെക്റ്റ് പാക്കേജ് തന്നെയായിരുന്നു അല്ലേ? ഒരാൾ ഫ്രഷ് ആയിട്ടൊരു നേക്കഡ് എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഏത് തരം ക്യാരക്ടർ ഉള്ള ഒരാൾക്കായിരിക്കും നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിൾ സ്യൂട്ട് ആവുന്നത്? സ്ട്രീറ്റ് ട്രിപ്പിൾ പക്ക ട്രാക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ അതെ ബെസ്റ്റാണ്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ല പൊളിക്കണം എന്നുള്ള മൈൻഡുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, സ്ട്രീറ്റ് ട്രിപ്പിൾ ആണ് വണ്ടി. അതെ, പേര് പോലെ തന്നെ നേക്കഡ് സ്പോർട്ട് അല്ലേ? പക്ക ഒരു സ്പോർട്സ് ഫീൽ വരുന്ന ഒരു നേക്കഡ് ബൈക്ക് പക്ക. അത് അത്രേ ഉള്ളൂ. അത് പറയാൻ ഡെഫിനിഷൻസ് ഇല്ല അതില്ല. അത് അത്ര കിടിലം വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സി മൈൻഡിൽ ഉണ്ടായിരുന്നിട്ടും ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. അതെ, കാരണം പലരും ഞാൻ കണ്ടുണ്ട് കമ്പയർ ചെയ്യുമ്പോഴും അവർ സ്ട്രീറ്റ് ട്രിപ്പിൾ ഓടിക്കാതെ പറയുന്നുണ്ട്, കണ്ണുറക്കി അടച്ച് പറയാണ് Z900 നല്ലൊരു വണ്ടിയാണ്, നമുക്ക് വാല്യൂ ഫോർ മണിയാണ്, പല കാര്യങ്ങളും അവൈലബിൾ ആണ്. പക്ഷേ മീൻസ് ആ പ്രൈസിന് ഇൻലൈൻ 4 അതിന് ആ പ്രൈസിന് ആ വണ്ടിയേ ഉള്ളൂ. അതെ അതെ, 900 ഇത്രയും പ്രൈസ് കുറച്ച് വേറെ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ആ ഒരു പിക്ക്, അതെ, ഒരു സ്പോർട്ടി നേച്ചർ, ഒരു സൂപ്പർ ബൈക്കിന്റെ സ്പോർട്ടി നേച്ചർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൈഡ് സ്ട്രീറ്റ് ട്രിപ്പിൾ അല്ലേ? ഇൻലൈൻ റഷ് ഉണ്ട്, മീൻസ് ട്രിപ്പിളിന്റെ റഷ് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു 6000 RPM കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ നേച്ചർ മാറും. ഓക്കെ, ട്രാക്ഷൻ ഓഫ് ആണെങ്കിൽ പോപ്പ് പോകും. നല്ല രസമാണ്. അതുപോലെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നല്ല വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ, സ്ട്രീറ്റ് ട്രിപ്പിൾ R ആൻഡ് സ്ട്രീറ്റ് ട്രിപ്പിൾ RS ഇതൊരു മേജർ കമ്പാരിസൺ ആണ്. കാരണം നമ്മുടെ പണ്ടത്തെ എസും RS എടുക്കുന്ന സമയത്ത് 12 bhp ഡിഫറൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫീച്ചേഴ്സിൽ. കാരണം അന്ന് ബ്രംബോ ബ്രേക്സും അഡ്ജസ്റ്റബിൾ ഓയിലിൻസിന്റെ സസ്പെൻഷനൊക്കെ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ സ്ട്രീറ്റ് ട്രിപ്പിൾ RSലും, മറ്റേ നിസിൻ ബ്രേക്സും നോർമൽ ഷോയുടെ സസ്പെൻഷൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറന്റ് ആറും നമ്മുടെ S എന്നുള്ള പാക്കേജ് മാറി R എന്നൊരു പാക്കേജാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ RS, ഇത് 2 വണ്ടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ബ്രോയ്ക്ക് എന്താണ് പറയാൻ? ആറും RSും തമ്മിൽ ട്രാക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ RS എടുക്കുക. കാരണം അതിന് ബാക്ക് സസ്പെൻഷൻ ഓയിലൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന് ഷോവയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റബിലിറ്റി മീൻസ് സസ്പെൻഷൻ്റെ ഓയിലൻസിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റിഫായിരിക്കും. ട്രാക്കിൽ കോർണർ ചെയ്യാൻ ബെസ്റ്റ് ഓയിലൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റോഡ് ഫ്രണ്ട്ലി ആണ്. ബംസ് ഒക്കെ ഫീൽ ചെയ്യത്തില്ല വലുതായിട്ട്. മറ്റേത് നല്ല ബംസ് ഫീൽ ചെയ്യും. ആ ഒരു ഡിഫറൻസ്. പിന്നെ 5 bhp അതും 9000 എബോ RPM ഫീൽ ചെയ്യത്തുള്ളൂ. അതും സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ പ്രൈസിങ് വരുമ്പോൾ അറൌണ്ട് 2 to 3 lakhs ഡിഫറൻസ് ഉണ്ട്. അതാണ് മേജർ ഡിഫറൻസ്. പിന്നെ അതിന്റെ ബ്രേക്ക് സിസ്റ്റം കുറച്ച് അപ്ഡേറ്റഡ് ആണ്. M50 കാലിപ്പേഴ്സ് അതാണ് അതിന് വരുന്നത്. പിന്നെ മാസ്റ്റർ സിലിണ്ടറും ബ്രംബോയുടെയാണ്. ഇപ്പൊ നമുക്ക് നിസിൻ്റെതാണ് വരുന്നത്, അതിന് പകരം അതിൽ ബ്രംബോയുടെയാണ്. ഇതാണ് അത് രണ്ട് നമ്മളുടെ ഡിഫറൻസ്. അപ്പോൾ ബ്രോ, നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പിംഗ് ടൈമാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രീറ്റ് ട്രിപ്പിളുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബ്രോയുടെ Instagram ID നമുക്ക് താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ T-Rads അല്ലേ,
അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രാവൻകൂർ ട്രയംഫ് ഓണേഴ്സിൻ്റെ. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെയും കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ട്രയംഫ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്. താങ്ക് യു ഹരി ബ്രോ, നമുക്ക് വേണ്ടി വന്നതിനും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്ത്, അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് 6 നമുക്കൊരു റിവ്യൂ ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് നന്ദി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നമുക്കത് എങ്ങനെയെങ്കിലും അത് ക്ലിയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുമാത്രമല്ല സ്പെഷ്യൽ താങ്ക്സ് ടു ടോർക്ക് ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ടാണ് നമുക്കിന്ന് ഹരി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയും ഹരിയെ മീറ്റ് ചെയ്യാൻ പറ്റിയതിനും അതുമാത്രം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയതിനും. അപ്പോൾ ഒരുപാട് നന്ദി ടോർക്ക് ഫാമിലിയോട് ഫോർ ദ വാല്യുബിൾ സപ്പോർട്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. കൂടെ ഉണ്ടാവുക, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ് ആൻഡ് ഓൾവേസ് സേഫ് റൈഡ്.